ഹായ്, ഇന്നു മുതൽ നമ്മൾ വോയിസ് ഓവർ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുകയാണ്. എങ്ങനെ ഉണ്ടായിരിക്കുമെന്ന് അറിയത്തില്ല, ഏതായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഇന്ന് നമ്മൾക്ക് കിട്ടിയിരിക്കുന്നത് റിവേഴ്സ് ക്യാമറയുടെ ഡിസ്പ്ലേയും മിററും ചേർന്നിട്ടുള്ളൊരു ഡിവൈസാണ്. അപ്പോൾ ആദ്യം തന്നെ ഇത് ഒന്ന് അഴിച്ച് ക്ലീൻ ചെയ്ത് നോക്കിയിട്ട് നമുക്ക് ടെസ്റ്റ് ചെയ്യാം. ഇതിൻ്റെ ഫ്രണ്ട് വശം അഴിക്കുന്നത് ഇങ്ങനെയാണ്. ലോക്ക് മാത്രമേ ഉള്ളൂ, ശ്രദ്ധിച്ചിരിക്കുക. ഇങ്ങനൊരു ഗ്ലാസ് ആണ്, അത് മാറ്റി ഡിസ്പ്ലേ സൂക്ഷിച്ച് ഊറ്റുക. സ്ട്രിപ്പ് പൊട്ടിയാൽ പോയി. ഡിസ്പ്ലേ മാറ്റി കഴിഞ്ഞപ്പോഴാണ് ഒരു കാര്യം കണ്ടത്. USB പോർട്ടിൻ്റെയും SD കാർഡിൻ്റെയും കണക്ടർ സ്ട്രിപ്പ് ഡിസ്കണക്ട് ചെയ്തിരിക്കുകയാണ്. അതിനർത്ഥം ഓൾറെഡി ആരോ സർവീസ് ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു. അപ്പോൾ ആദ്യം ഡിസ്പ്ലേ ഊരി മാറ്റാമെന്ന് കരുതി. ഓക്കെ, ഡിസ്പ്ലേ മാറ്റി. പിന്നീട് സ്വിച്ചുകളുടെ കണക്ടർ ഊരി മാറ്റി. പിന്നീട് മെയിൻ കണക്ടർ സേഫായിട്ട് അതും മാറ്റിയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ മെയിൻ ബോർഡും നമ്മൾ ഊരി മാറ്റിയിരിക്കണം. പിന്നീട് USB പോർട്ടും SD കാർഡിൻ്റെ സ്ലോട്ടൂടെ അതും മാറ്റാം. ഈ സ്വിച്ചുകളുടെ ബോർഡ് അതും ഓക്കെ മാറ്റി. സ്പീക്കർ ഊരി മാറ്റിയിട്ടുണ്ട്. എല്ലാം നല്ല പൊടിയൊക്കെ ആയിരുന്നു. എല്ലാത്തിൻ്റെയും കളർ കണ്ടാൽ അറിയാൻ പറ്റും. സ്പീക്കർ ഒന്ന് ക്ലീൻ ചെയ്തേക്കാം. ബോർഡ് ഒന്ന് ക്ലീൻ ചെയ്ത് വളരെ സോഫ്റ്റ് ആയിട്ടുള്ള ഒരു ബ്രഷ് ഇട്ടിട്ടാണ് ഇത് ക്ലീൻ ചെയ്യുന്നത്. പൊടിയൊക്കെ ഇരിപ്പുണ്ടെങ്കിൽ എല്ലാം ഒന്ന് കളയാനായിട്ട്. മെയിൻ ബോർഡ് വൃത്തിയാക്കി, ഡിസ്പ്ലേ വൃത്തിയാക്കി. പക്ഷേ ചെറിയ പന്തികേട് തോന്നി, എന്നാലും അഴിച്ച് ക്ലീൻ ചെയ്തേക്കാമെന്ന് കരുതി. സാധാരണ LCD ക്ലീനറോ സാനിറ്റൈസറോ ഒക്കെ ഉപയോഗിച്ചാണ് ചെയ്യുന്നത്. ഞാൻ സാധാ വെള്ളമേ ഉപയോഗിച്ചിട്ടുള്ളൂ. ഇത്രയും വിലയുള്ള സാധനമൊന്നുമല്ലല്ലോ, അതുകൊണ്ട് വെള്ളം മാത്രമേ യൂസ് ചെയ്തിട്ടുള്ളൂ. വെള്ളം തൊട്ട് നല്ലൊരു ഉണങ്ങിയ തുണി ഇട്ടിട്ട് തൂത്ത് വൃത്തിയാക്കും, അത്രേ ഉള്ളൂ. അപ്പോൾ അത് സെറ്റായിട്ടുണ്ട്, നീറ്റായിട്ടുണ്ട്. ഇനി അതിൻ്റെ ഗ്ലാസ് അത് ഇതുപോലെ തന്നെ വെള്ളം തൊട്ട് തന്നെയാണ് തൂക്കുന്നത്. അങ്ങനെ അതും ഓൾമോസ്റ്റ് സെറ്റായിട്ടുണ്ട്. ഇതിൻ്റെ സൈഡ് വശമാണ്, ഇതും ഏറെക്കുറെ സെറ്റായിട്ടുണ്ട്. ഇനി ബാക്ക് സൈഡ്, ബാക്ക് പാനൽ. അങ്ങനെ അതും സെറ്റായിട്ടുണ്ട്. ബാക്ക് സൈഡ്, ഫ്രണ്ട് സൈഡ് ചെറുതായിട്ടൊന്ന് പൊട്ടിയായിരുന്നു. അപ്പോൾ ഫ്ലെക്സിൻ്റെ പശ വെച്ച് അത്
ഓക്കെ ആക്കിയിട്ടുണ്ട്. എനിക്ക് തോന്നിയ പന്തികേടെന്ന് പറഞ്ഞാൽ ഇതിൻ്റെ സ്ട്രിപ്പ് ഒരു സൈഡ് മുറിഞ്ഞിട്ടുണ്ടായിരുന്നു. അതായിരുന്നു ഇതിൻ്റെ കംപ്ലൈൻറ്റ്. അപ്പം എന്നെക്കൊണ്ടാവുന്ന വിധം സ്ട്രിപ്പ് ഞാൻ ജോയിൻ ചെയ്യാൻ നോക്കിയിട്ടുണ്ട്. സോൾഡറിങ് കഴിഞ്ഞിട്ട് കയ്യിലുണ്ടായിരുന്ന ഒരു ലെൻസ് വെച്ചിട്ട് ഒന്ന് വലുതാക്കി നോക്കി എല്ലാം കൊടുത്തേക്കുന്ന കറക്റ്റാണോ, എവിടെയെങ്കിലും കൂട്ടിമുട്ടിയിട്ടുണ്ടോ ഇല്ലയോ എന്നൊക്കെ. കണ്ടിടത്തോളം വലിയ കുഴപ്പമില്ലാതെയാണ് തോന്നുന്നത്. ഏതായാലും ഒന്ന് ടെസ്റ്റ് ചെയ്തേക്കാമെന്ന് കരുതി എല്ലാം വീണ്ടും തിരിച്ച് പഴയപടി കണക്ട് ചെയ്യുകയാണ്. ഓരോന്നോരോന്നായി തിരിച്ചു പിടിപ്പിക്കുകയാണ്. USB പോർട്ട് ആദ്യം കണക്ട് ചെയ്തു. പിന്നീട് മെയിൻ ബോർഡ്, സ്പീക്കർ, പിന്നീട് മെയിൻ ബോർഡ്, ഏറ്റവും ഒടുവിൽ ഡിസ്പ്ലേ കണക്ട് ചെയ്യാൻ നോക്കിയപ്പോഴാണ് അതിൽ ആ ടൈറ്റ് ചെയ്യുന്നൊരു ബ്ലാക്ക് ഒരു ലോക്കുണ്ട്, ദൂരി കിടക്കുകയാണ്. അത് ട്വീസർ ഉപയോഗിച്ച് അത് തിരിച്ച് കയറ്റി വെച്ചു. കണക്ഷൻ കൊടുത്തു, സ്വിച്ചിൻ്റെ കണക്ഷനും കൊടുത്തു. മെയിൻ കേബിളും കണക്ട് ചെയ്തു. ഇനി ഡിസ്പ്ലേ കണക്ട് ചെയ്യാം. ഓൾറെഡി സ്ട്രിപ്പ് മുറിഞ്ഞിട്ട് ജോയിൻ ചെയ്തുകൊണ്ട് സേഫായിട്ട് സൂക്ഷിച്ച് തന്നെയാണ് കണക്ട് ചെയ്യുന്നത്. ഇതിൻ്റെ ഒരു കാര്യം പറയാൻ വിട്ടുപോയി. ഇത് കണക്ട് ചെയ്യുന്ന പിന്ന് നമ്മുടെ കയ്യിലില്ലാത്തത് കൊണ്ട് തന്നെ ഇതിൻ്റെ ഒരറ്റം കട്ട് ചെയ്തു. എന്നിട്ട് അതിൻ്റെ പവർ ഇൻപുട്ട് രണ്ടും മനസ്സിലാക്കി ശേഷം 12 വോൾട്ട് പവർ സപ്ലൈ കൊടുത്തപ്പോൾ സംഭവം വർക്കായി. സ്വിച്ചുകളും വർക്കാണ്. ഇത് ടെസ്റ്റ് ചെയ്യാനായിട്ട് ഒരു വിൻറ്റേജ് ഫോണാണ് എടുത്തേക്കുന്നത്. ടച്ച് ഒരല്പം കംപ്ലൈൻ്റ് ഉള്ളതുകൊണ്ട് കീപാഡിലാണ് ബ്ലൂടൂത്ത് കണക്ട് ചെയ്യുന്നത്. സക്സസ് പെയ്ഡ് ആയിട്ടുണ്ട്. അപ്പം ഇനി ഒരു പാട്ടിട്ട് നോക്കാം. കുഞ്ഞ് സ്പീക്കർ ആയതുകൊണ്ട് തന്നെ വളരെ കുറഞ്ഞ ഒച്ചയിലേ കേൾക്കത്തുള്ളൂ. ഫുൾ വോളിയം ഇട്ടാൽ പോലും.
അപ്പോൾ 50 രൂപയ്ക്ക് കിട്ടിയ ഈ സാധനം പക്ക വർക്കാണ്. ശരി, വീണ്ടും കാണാം.